D-Linkന്റെ DIR 615 എന്നുള്ള ന്യൂ വെർഷൻ മോഡൽ വയർലെസ് N300 റൗട്ടർ. ഇതിൻ്റെ റിപ്പീറ്റർ സെറ്റിങ്സ് ആണ് നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത്. പുതിയ ഒരു ഷേപ്പാണ് അതിൽ കാണുന്നത്. നോക്കാം. 3 years വാറൻറ്റി. D-Linkന്റെ 615 എന്നുള്ള ഒരു ന്യൂ വെർഷൻ റൗട്ടർ. ഓൾഡ് വെർഷന് കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള റൗട്ടറാണെന്ന് തോന്നുന്നു. ഏകദേശം 3 year വാറൻറ്റി കമ്പനി കൊടുത്തിട്ടുണ്ട്. N300 റൗട്ടർ. റീറ്റെയിൽ പ്രൈസിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം ടെക്നീഷ്യനാണ് അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ റേറ്റ് ഒന്നും പറയുന്നില്ല. ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. എങ്കിലും പവർ പ്ലഗ് കുറച്ചുകൂടി സ്റ്റെബിലിറ്റി ഉണ്ട് നേരത്തുള്ളതിനേക്കാളും. അപ്പോൾ ഇന്ത്യൻ പ്ലഗിന് അനുസരിച്ചിട്ടുള്ള ഒരു പ്ലഗ് പോയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. ലാൻഡ് കേബിൾ ഒരു 1 മീറ്ററിൻ്റെ ലാൻഡ് കേബിൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ പാസ്വേഡിൻ്റെ കാര്യം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. 192.168.0.1 ആണ് ഡിഫോൾട്ട് IP. അതുപോലെ തന്നെ പാസ്വേഡ് WPS PIN എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ വൈഫൈ പാസ്വേഡായിട്ട് ഡിഫോൾട്ടിൽ വരുന്നത്. അല്ലാതെ നമുക്ക് ലാൻഡിലൂടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ, ബ്രൗസറിലൂടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ യൂസർ നെയിം അഡ്മിൻ, പാസ്വേഡ് അഡ്മിൻ എന്ന് കൊടുക്കുന്നതായിരിക്കും നല്ലത്, കൊടുക്കേണ്ടതാണ്. സ്റ്റൈലായിട്ടുള്ളൊരു റൗട്ടർ തന്നെയാണ്. നമുക്കൊന്നത് കണക്ട് ചെയ്ത് നോക്കാം. മൂന്ന് ലൈറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് പവറിന്, ഒന്ന് നെക്സ്റ്റ് വൈഫൈ കണക്ഷന്, ഒന്നൊരു ഗ്ലോബിൻ്റെ സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ റിപ്പീറ്റർ സെറ്റിങ്സ് ഓക്കെ ആണെങ്കിൽ, ഇൻ്റർനെറ്റ് കണക്ഷൻസ് ഇതിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ ലൈറ്റ് വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ കംപ്ലീഷൻ ആകുമ്പോൾ 3 ലൈറ്റും ഒരുമിച്ച് വർക്ക് ചെയ്യും. ഡിഫോൾട്ടായിട്ട് 2 ലൈറ്റ്. ഇപ്പോൾ പവർ ഓക്കെയാണ്, വൈഫൈ ഓക്കെയാണ്. നമുക്ക് സെറ്റിങ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ലൈറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് സെറ്റിങ്സിൽ പോകേണ്ടതെന്ന് നോക്കാം. രണ്ട് നെറ്റ്വർക്കാണ്. ഞാനിത് വൈഫൈയിലൂടെയാണ് കോൺഫിഗറേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മൊബൈലിലൂടെയും ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ വൈഫൈയിലൂടെ തന്നെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് കണക്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് DIR 615 വൈഫൈയിലൂടെ കണക്ട് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി പാസ്വേഡ് കൊടുത്തു വെച്ചിട്ടുണ്ട്. പാസ്വേഡ് നമുക്ക് റൗട്ടറിൻ്റെ പുറകിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിൻ WPS പിന്നെ ഇതാണ് ഡിഫോൾട്ട് പാസ്വേഡായിട്ട് വരുന്നത്. ആ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നതാണ്. ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കൊരു ബ്രൗസർ, ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കാം. ഞാൻ ഗൂഗിൾ ക്രോമാണ് എടുക്കുന്നത്. D-Linkന്റെ ഡിഫോൾട്ട് IP 192.168.0.1 അത് ക്ലിക്ക് ചെയ്യാം. എൻ്റർ ചെയ്യാം. സ്റ്റാർട്ട് കൊടുക്കാം. നെക്സ്റ്റ് ലാംഗ്വേജ് ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷ്, യെസ് കൊടുക്കാം. അഡ്വാൻസ് സെറ്റിങ്സ് കണ്ടിന്യൂ
നമുക്ക് ചെയ്യേണ്ടത് കണ്ടിന്യൂ ആണ്. കാരണം നമ്മൾ റിപ്പീറ്റർ സെറ്റിങ്സ് ആണ് ചെയ്യുന്നത്. സെലക്ട് കണക്ഷൻ മെത്തേഡ് ചോദിക്കുന്നുണ്ട്. അതിൽ വയർഡ് ഉണ്ട്, വൈഫൈ ഉണ്ട്. നമ്മൾ വൈഫൈ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡിവൈസ് മോഡ് വൈഫൈ തന്നെയാണ്. WISP റിപ്പീറ്റർ അത് ഡിഫോൾട്ട് തന്നെ ഉണ്ട്, മറ്റൊന്നും ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ് കൊടുത്ത് പോവാം. ഓൾഡ് വെർഷനിൽ നിന്ന് ന്യൂ വെർഷൻ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാം. അത് നോക്കൂ. ഓൾഡ് വെർഷനിൽ സൈറ്റ് സർവേ ചെയ്യാനുള്ള പകരം ഇവിടെ വയർലെസ് നെറ്റ്വർക്ക് ഉണ്ട്. അത് സിംഗിൾ ക്ലിക്ക് ചെയ്യുക. മൈ ജിയോ, ജിയോയിൽ നിന്നാണ് ഞാൻ റിപ്പീറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ മൈ ജിയോ എന്നുള്ള എൻ്റെ SSID അത് ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ നെറ്റ്വർക്ക് നെയിം SSID മൈ ജിയോ വന്നു. മറ്റൊന്നും ചെയ്യാതെ തന്നെ ഡയറക്റ്റ്ലി പാസ്വേഡിലേക്ക് പോകാം. ജിയോൻ്റെ പാസ്വേഡ് നിങ്ങൾ ഏതാണോ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വൈഫൈ അതിൻ്റെ പാസ്വേഡാണ് ഉദ്ദേശം. 1 2 3 4 5 6 7 8. ഞാൻ എൻ്റെ പാസ്വേഡ് ഇതാണ് കൊടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ ഈസി ആകാൻ വേണ്ടിയിട്ടാണ്. സെയിം പാസ്വേഡല്ല, നിങ്ങൾ ജിയോയുടെ അതല്ലെങ്കിൽ മറ്റേ ഏത് വൈഫൈ ആണോ റിപ്പീറ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതവിടെ കൊടുക്കുക. നെക്സ്റ്റ് സെലക്ട് ദ കണക്ഷൻ ടൈപ്പ്. ഈ ആരോ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഫസ്റ്റ് വന്നത് ഡൈനാമിക് IPv4 എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. താഴത്തെ ഒരുപാട് സെറ്റിങ്സ് ചോദിക്കുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞു. മൈ ജിയോ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അതേ സെയിം SSID തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിങ്കിലൂടെ മൈ ജിയോ _EXT എന്ന് വരും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും SSID കൊടുക്കാമെങ്കിൽ നമുക്ക് കൊടുക്കാം. എക്സാമ്പിൾ ഞാൻ മെട്രോ CCTV എന്ന് കൊടുക്കുന്നുണ്ട്. താഴെ പാസ്വേഡ് സെയിം പാസ്വേഡ് തന്നെയാണ് ഞാൻ വയ്ക്കുന്നത്. 1 2 3 4 5 6 7 8. ജിയോയുടെ സെയിം പാസ്വേഡിൽ തന്നെയാണ് കൊടുക്കുന്നത്. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്താൽ ഇവിടെ ചേഞ്ചിങ് വെബ് ബേസ്ഡ് ഇൻ്റർഫേസസ് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. നമ്മൾ 192.168.0.1 അടിച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിലോട്ട് പോകാൻ അഡ്വാൻസ് സെറ്റിങ്സിലോട്ട് പോകാനുള്ള പാസ്വേഡാണ് ചോദിക്കുന്നത്. അപ്പോൾ നോർമലി എല്ലാ മോഡത്തിലും അഡ്മിൻ എന്നാണ് വരുന്നത്. നമുക്ക് ആ പാസ്വേഡാണ് ഇവിടെ ചോദിക്കുന്നത്. ഞാനിവിടെ അഡ്മിൻ 1 2 3 ദെൻ കൺഫേം ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. AD അഡ്മിൻ 1 2 3 ആയിക്കോളൂ. അഡ്മിൻ 1 2 3 അഡ്മിൻ 1 2 3. നെക്സ്റ്റ് കൊടുക്കാം. സേവ് കോൺഫിഗറേഷൻ ആയിക്കഴിഞ്ഞു. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. SSID ഇതിൽ പറയുന്നുണ്ട് മെട്രോ CCTV ആണ്. പാസ്വേഡ് 1 2 3 4 4. ഇത് നമുക്ക് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ സേവ് ഫയലായിട്ട് തന്നെ സേവ് കോൺഫിഗറേഷൻ ഫയലായിട്ട് തന്നെ സേവ് ചെയ്ത് ഫോട്ടോ എടുത്ത് വയ്ക്കാം. ഇവിടെ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. യൂസർ നെയിം അഡ്മിൻ, പാസ്വേഡ് അഡ്മിൻ 1 2 3, ഡിവൈസ് അഡ്രസ്സ് 192.168.0.1 എന്ന് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാനാണ്. അഡ്വാൻസ് സെറ്റിങ്സുകളിൽ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം. അതല്ലാതെ നമുക്ക് വൈഫൈയുടെ 2.4 GHz നെറ്റ്വർക്ക് നെയിം മെട്രോ CCTV, പാസ്വേഡ് സെയിം പാസ്വേഡ്. നമുക്കിത് ക്ലോസ് ചെയ്യാം, ആവശ്യമില്ല. അപ്ലൈ കൊടുക്കാം. അപ്ലൈയിങ് സെറ്റിങ്സ് കാണുന്നുണ്ട്. ഈ അപ്ലൈയിങ് സെറ്റിങ്സ് വരെ ഫുള്ളാവുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിപ്പോൾ ഇതിൽ പവർ ബട്ടൺ ആൻഡ് വൈഫൈ ഇൻ്റർനെറ്റ് ആക്സസ് ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് വൺ ഇതും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ 3 എണ്ണം ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വർക്ക് സക്സസ് ആയി കഴിഞ്ഞു. പക്ഷേ അപ്ലൈ സെറ്റിങ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള ടെക്നിക്കൽ വീഡിയോ CCTV ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ളത് മറ്റ് ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള വീഡിയോകൾ ഇനിയും തുടർന്നും പ്രതീക്ഷിക്കാവുന്നതാണ്.
അതിനുവേണ്ടി തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇവിടെ മറ്റൊന്നും ചെയ്യേണ്ടതില്ല. കോൺഫിഗറേഷൻ അപ്ലൈഡ് എന്ന് വന്നു കഴിഞ്ഞു. നമുക്ക് ക്ലോസ് ചെയ്ത ശേഷം എഗെയിൻ നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ കണക്റ്റ് ഒന്നുകൂടി ചെയ്യാം. നമ്മുടെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. 1 2 3 4 5 6 7 8. ഓക്കെ കൊടുക്കാം. ഹോം നെറ്റ്വർക്ക്. ഇൻ്റർനെറ്റ് ആക്സസ് ആയി കഴിഞ്ഞു. എന്ന് വെച്ചാൽ മെട്രോ CCTV കണക്റ്റഡ് ആയി കഴിഞ്ഞു. ഇൻ്റർനെറ്റ് ആക്സസ് ആയി കഴിഞ്ഞു. നമുക്ക് ഏതെങ്കിലും ഗൂഗിൾ ബ്രൗസർ എടുത്തിട്ട് ചെക്ക് ചെയ്യാം.